1960കളിലെ അമേരിക്ക. ശൂന്യതയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയ എലിസബത്ത് ബെത്ത് ഹാർമണിന്റെ കഥയാണിത്. അമ്മയുടെ മരണശേഷം അനാഥാലയത്തിലെത്തിയ ബെത്ത് അവിടെ വെച്ചാണ് ചെസ് ബോർഡിനെ കണ്ടുമുട്ടുന്നത്. അനാഥാലയത്തിലെ കെയർടേക്കറായ മിസ്റ്റർ ഷൈബലാണ് അവൾക്ക് ഈ കളി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ചെസ് നിയമങ്ങൾ പഠിച്ചെടുക്കുന്ന ആ 7 വയസ്സുകാരിയുടെ മനസ്സ് ബോർഡിലെ കരുക്കളുടെ നീക്കങ്ങളായി സ്വപ്നം കണ്ടു തുടങ്ങി. മുകളിലെ സീലിംഗിൽ ചെസ് ബോർഡ് സങ്കല്പിച്ച് അവൾ കളികൾ മനസ്സുകൊണ്ട് കളിച്ചു. അങ്ങനെ അനാഥത്വം നൽകിയ വേദനയെയും അവിചാരിതമായി കിട്ടിയ ട്രാൻക്വിലൈസർ ഗുളികകളോടുള്ള ആസക്തിയെയും മറികടക്കാൻ അവൾക്ക് ചെസ് ഒരു തുണയായി. ദത്തെടുക്കപ്പെട്ട ശേഷം ബെത്ത് തന്റെ കരിയർ ഔദ്യോഗികമായി ആരംഭിച്ചു. സ്കൂൾ ടീം മുതൽ അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ വരെ എതിരാളികൾ ആരെന്നോ ലിംഗഭേദം എന്തെന്നോ നോക്കാതെ അവൾ വിജയക്കൊടി പാറിച്ചു. ഒരു കളി പോലും തോൽക്കാത്ത ശക്തിയായ ഒരു പ്രതിഭയായി അവൾ വളർന്നു. ബെത്തിന്റെ ഫാഷൻ സെൻസും ആത്മവിശ്വാസവും അവളെ ഒരു സൂപ്പർ താരമായി മാറ്റി. എന്നാൽ വിജയത്തിന്റെ മത്തുപിടിച്ച യാത്രയിൽ ഗുളികകളോടുള്ള അവളുടെ ആശ്രിതത്വം കൂടി വന്നു. ആസക്തി, പരാജയഭീതി, ഒറ്റപ്പെടൽ എന്നിവ അവളെ തളർത്തി. ഒടുവിൽ ലോക ചെസ് ചാമ്പ്യനായ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വാസിലി ബോർഗോവിനെ നേരിടാനുള്ള അവസരം ബെത്തിന് ലഭിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം. തൻ്റെ പഴയ സുഹൃത്തുക്കളുടെയും ഉപദേശകരുടെയും പിന്തുണയോടെ എല്ലാ ദുശീലങ്ങളെയും അതിജീവിച്ച് ബെത്ത് കളത്തിലിറങ്ങി. ചെസ് ബോർഡിന് മുന്നിൽ ലോകം സാക്ഷ്യം വഹിച്ചു. അവസാനം ഏകാന്തതയുടെയും പ്രതിഭയുടെയും അടയാളമായി അവൾ ലോക കിരീടം സ്വന്തമാക്കി. ദ ക്വീൻസ് ഗാംബിറ്റ് എന്നത് ഒരു ചെസ് നീക്കം മാത്രമല്ല, ബെത്ത് ഹാർമൺ എന്ന അതിജീവനത്തിൻ്റെ കഥയാണ്.